ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ ഒരുക്ക കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുക. ഇന്ന് നാം ചിന്തിക്കുന്ന വചനം ലൂക്കോസിനാൽ എഴുതപ്പെട്ട കർത്താവിൻ്റെ വിശ്വാസവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ഗബ്രിയേൽ മാലാഹ കന്യക മറിയാമിനോട് പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവ മക്കളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ ഇപ്രകാരം പറയുക: ദൈവാത്മാവിനെ നയിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹത്തിനൊത്ത്, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനൊത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. പരിശുദ്ധാത്മാവ് പറയുന്നിടത്തേക്ക് പോകുവാൻ, പറയുന്ന കാര്യം ചെയ്യുവാൻ നമുക്കിടയാകട്ടെ. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു, അത് എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. അതുപോലെയാണ് ആത്മാവിൽ ജനിച്ചവരുമെന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിൽ നിറയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരട്ടെ. അത് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.